ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് നിങ്ങളോട് മാത്രമായിട്ട് ഞാൻ പറയുന്ന ഒരു വീഡിയോ അല്ല. ഞാനിത് എന്നോട് തന്നെ പറയുന്ന തരത്തിലാണ് ഈ വീഡിയോയെ കണക്കാക്കുന്നത്. കാരണം ഇന്നെനിക്ക് മടി പിടിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഈ മടി എങ്ങനെയെങ്കിലും മാറ്റണമെന്നും കരുതിയിട്ട് ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ ഇന്നൊരു വീഡിയോ എടുത്തേക്കാം. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മടി തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അപ്പോൾ PSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ പല ടോപ്പിക്ക് പല അളവിൽ പഠിച്ച് പരീക്ഷാ ഹാളിനെ അഭിമുഖീകരിക്കേണ്ട വ്യക്തികളാണ് PSC ആസ്പിരൻസ്. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സന്ദർഭം ആയതുകൊണ്ടും വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ സമൂഹമായിട്ടൊന്നും അധികം ഒരു ഇൻട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരവസരമൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മടി നമ്മളെ പിടികൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ കൂടെ തന്നെയാണ് ഞാനും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മടി എന്ന് പറയുന്ന സംഭവം എന്നെ ശരിക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്നാമത് എനിക്ക് ഇച്ചിരി മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മടി എങ്ങനെ മാറ്റാം എന്നുള്ളത് ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ നിലവിൽ. കാരണം നമ്മുടെ ഗോൾസ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ മന്ദഗതിയിൽ അഥവാ ഭയങ്കര സ്പീഡ് കുറച്ച് വളരെ സ്ലോ ആയിട്ട് നമ്മളെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മടി. കാരണം ഓരോ ദിവസവും മടി പിടിച്ച് നമ്മൾ കളഞ്ഞ് അല്ലെങ്കിൽ ഞാനിപ്പോൾ കളഞ്ഞിട്ട് ആ ദിവസം റിഗ്രറ്റോടുകൂടി ഉറങ്ങുന്ന സന്ദർഭങ്ങളൊക്കെ ഒത്തിരിയാണ്. ഒന്ന് ആലോചിച്ചാൽ മതി, ഈ റിഗ്രറ്റോട് കൂടി ഉറങ്ങുന്ന ഒരു ദിവസത്തെക്കാട്ടിലും നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഗോള് വച്ച് ആ കാര്യം ചെയ്തിട്ടേ കിടന്നുറങ്ങൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി രാവിലെ മുതൽ രാത്രി വരെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സമാധാനം കാണും. പക്ഷേ അങ്ങനത്തെ ഒരു ദിവസം ആയിരുന്നില്ല ഇന്നെനിക്ക്. കാരണം രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഭയങ്കരമായിട്ടുള്ള ഒരു മന്ദഗതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യമേ കുറച്ച് നേരം ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഭയങ്കര സ്പീഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഫുൾ ഉറക്കം, ക്ഷീണം, മടി അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരം ആയിട്ട് പോലും അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം വരുത്താനായിട്ട് ഇന്ന് എന്നെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും, ചില ദിവസങ്ങൾ നമുക്ക് അത്ര പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ, കാരണം നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെ അതൊക്കെ നാച്ചുറലാണ്. കാരണം മനുഷ്യരാകുമ്പോഴത്തേക്കും ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, ചില ദിവസങ്ങൾ മോശമായിരിക്കും. പക്ഷെ മോശം പിടിച്ച ദിവസങ്ങൾ കൂടുതലാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പണി കിട്ടുന്നത്. അപ്പം എനിക്ക് ആദ്യമേ പറയാനായിട്ടുള്ളത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇന്ന ദിവസം, അതായത് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നത്. അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫോണിൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എത്ര വയറ്റിയിട്ട് നടക്കാത്ത കാര്യമാണ്, എന്നാലും ഞാൻ പറയാം, ചിലവർക്കെങ്കിലും വർക്കാവുന്നെങ്കിൽ വർക്കാവട്ടെ. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് ഇരുന്ന് നോക്കുക. അതുപോലെ തന്നെ മാക്സിമം ഇപ്പോൾ ഫോണിൽ അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫോണിൽ PDF വായിക്കുന്നത്. അപ്പോൾ ഈ PDF ഞാനിപ്പോൾ വായിക്കുന്നത് വൊക്കാസ്പീഡിയയുടെ PDF ആണ്. അപ്പോൾ ഈ PDF വായിക്കുകയോ അല്ലെങ്കിൽ ഫോൺ മറ്റ് ആപ്ലിക്കേഷനിലോട്ടൊന്നും പോകാത്ത രീതിയിൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. പിന്നെ മാക്സിമം ബുക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഉപയോഗിക്കുക. പരീക്ഷ അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ ഫോക്കസ് വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജോലി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, നമ്മുടെ ചുറ്റിനും ഏറ്റവും കുറഞ്ഞതൊരു 5-6 പേരെങ്കിലും ആ ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും നമ്മുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും
ആ അച്ചീവ്മെൻറ്റിലൂടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് നമുക്ക് മാത്രം ഉള്ളതല്ല എന്ന് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് വ്യക്തികൾക്കും കൂടെ ഉള്ളതാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്വയം എനിക്ക് തന്നെ സമർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ഏതെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.